ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കിയ മക്കളെ എന്നാ ഒരു ടേസ്റ്റാണ്. എൻ്റെ വൈഫ് പറയുന്ന റെസിപ്പിയാണ്. അത് അതേപടി ഞാനങ്ങ് ഉണ്ടാക്കി. ഒരു മൺചട്ടി എടുത്ത് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി ഉലുവയിട്ട് പൊട്ടിച്ചു. ഇനി അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചത്, ഒരു തക്കാളി മീഡിയം സൈസ് അതും ചെറുതായി മുറിച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി തോലോടുകൂടി അങ്ങ് ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പകുതി തേങ്ങ ചിരവിയത്, കുറച്ച് ഉള്ളി, ടർമറിക് പൗഡർ 1/4 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് ചട്ടിയിലോട്ട് പോകാം. അതിലോട്ട് ഒരു മുരിങ്ങക്ക മീഡിയം സൈസ് കട്ട് ചെയ്ത്, നല്ല പുളിയുള്ള പച്ചമാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അതും ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് അങ്ങ് വേവിക്കാം. ഇനി നമ്മൾ അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഈ കറിയുണ്ടല്ലോ മക്കൾ നല്ല കിട്ടു ടേസ്റ്റാണ്. എൻ്റെ ഓൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല കിട്ടുവായി വന്നിട്ടുണ്ട്. ഇനി മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നത്, അന്ന് പരാജയമായിരുന്നു. പക്ഷേ ഇന്ന് നല്ല പൊളപ്പനായിരുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇനി നമുക്ക് ചെമ്മീൻ ഇടേണ്ടത് അതിലോട്ട്. തലയോട് കൂടിയിട്ടാണ് ചെമ്മീൻ ഇടുന്നത്. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് നന്നായി ഇറങ്ങി വരും തലയോട് കൂടി ഇടുമ്പോൾ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയേ, എന്താ ഒരു സ്മെല്ല്, ഇങ്ങനെ ലയിച്ചു പോയി അതിൽ. ഇനി അതാ ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി മക്കളെ. നല്ല പൊളപ്പനായിരുന്നു. ഇത് നല്ല ചൂട് പത്തിരിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അങ്ങ് തട്ടാം. എപ്പടി